നമസ്കാരം. വിജയത്തിലേക്കുള്ള 7 സൂത്രങ്ങൾ. അതിലെ 5-ാമത്തെ സൂത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പരിശ്രമം. അല്ല, ബാക്കിയെല്ലാം ശരിയായി വന്നാലും പരിശ്രമമില്ലെങ്കിൽ വിജയം നടക്കുമോ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ പരിശ്രമം എങ്ങനെയാണ് നമ്മുടെ വിധിയെപ്പോലും മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ശക്തമായ ഒരു ചിന്തയോടെ തന്നെ നമുക്ക് തുടങ്ങാം. വിജയമെന്നത് ആരുടെയും ഔദാര്യമല്ല, അത് നമുക്ക് ഓരോരുത്തർക്കും ജന്മനാ കിട്ടിയ അവകാശമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ആ അവകാശം നമ്മൾ എങ്ങനെ നേടിയെടുക്കും? അതിനുള്ള ശക്തി ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ വിജയം നമ്മുടെയൊക്കെ ജന്മാവകാശമാണെങ്കിൽ പിന്നെന്താ എല്ലാവരും വിജയിക്കാത്തത്? കാരണം ആ അവകാശം വെറുതെ ഇരുന്നാൽ നമ്മളെ തേടിവരില്ല. അത് യോഗ്യതയിലൂടെ നേടിയെടുക്കണം. ആ യോഗ്യതയ്ക്ക് ഒരു വിലയുണ്ട്. അതാണ് കഠിനാധ്വാനം. എന്താണ് യോഗ്യത എന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. യോഗ്യത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ലോട്ടറി അടിക്കുന്ന പോലത്തെ ഭാഗ്യമോ അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന എന്തോരു കഴിവോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ഓരോ തുള്ളി വിയർപ്പിനും കിട്ടുന്ന പ്രതിഫലമാണത്. നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലം, അതല്ലാതെ മറ്റൊന്നുമല്ല യോഗ്യത. ഇവിടെ ശരിക്കും 2 തരം ആൾക്കാരുണ്ട്, അല്ലേ? ഇടതുവശത്തുള്ള ആളെ നോക്കൂ, മടിയൻ. വിജയം അവർക്കൊരു ദിവാസ്വപ്നം മാത്രമാണ്. എന്നാൽ വലതുവശത്തുള്ള പുരുഷാർത്ഥിയെ നോക്കൂ, അവരെ സംബന്ധിച്ചിടത്തോളം ജോലിയെന്നു പറയുന്നത് വിശപ്പും ദാഹവും പോലെയാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊരു ഭാരമല്ല, ജീവശ്വാസം പോലെയാണ്. നമ്മളെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നോട്ടു വലിക്കുന്ന ഏറ്റവും വലിയ പേടി എന്താണ്? തോറ്റുപോകുമോ എന്നുള്ള പേടിയല്ലേ? ഇനി ആ പരാജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയാൽ എങ്ങനെ വിജയത്തിലേക്കുള്ള വഴി തുറക്കാമെന്ന് നോക്കാം. ഈ ചോദ്യം ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ജീവിതത്തിൽ ഒരിക്കൽ കാലിടറി എന്നതുകൊണ്ട് നിങ്ങൾ എന്നേക്കുമായി പരാജയപ്പെട്ടു എന്നർത്ഥമുണ്ടോ? പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ചരിത്രം തന്നെ നമുക്കുത്തരം തരും, ഇല്ല എന്ന്. എബ്രഹാം ലിങ്കന്റെ കാര്യം തന്നെ എടുക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിനു മുൻപ് എത്രയോ തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ തോറ്റത്. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. ഓരോ പരാജയവും അദ്ദേഹത്തെ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് മനസ്സിലുറപ്പിച്ചോളൂ. പരാജയമെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മയുടെ അടയാളമൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ പരിശ്രമത്തിൽ ഇനിയും കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചന മാത്രം. അതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരവസരം. ഇനി അടുത്ത ശത്രുവിലേക്ക് വരാം. പരിശ്രമത്തെ തളർത്തുന്ന 2-ാമത്തെ വലിയൊരു പ്രശ്നം. അതാണ് നിരാശ എന്ന വിഷം. ഇത് ചിലപ്പോൾ പരാജയഭീതിയേക്കാൾ അപകടകാരിയാണ്. കാരണം അത് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ വഴികളും അടച്ചുപടയും. ശരിക്കും നിരാശ ഒരു വിഷുപാമ്പിനെ പോലെയാണ്. അത് നമ്മുടെ ഉള്ളിൽ കയറിയാൽ പിന്നെ പതിയെ പതിയെ നമ്മുടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജത്തെ മുഴുവൻ കാർന്നു തിന്നും. മുന്നോട്ട് ഒരടി വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് നമ്മളെ തളർത്തിക്കളയും. അപ്പോ ഈ വിഷപ്പാമ്പിനെ എങ്ങനെ ഓടിക്കും? വഴിയുണ്ട്. വളരെ സിമ്പിളായ വഴിയാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ചുമ്മാ ഇരിക്കാതിരിക്കുക. നിങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും സജീവമായിരിക്കും. അങ്ങനെ തിരക്കിലുള്ളൊരു മനസ്സിൽ ഈ നിരാശയ്ക്ക് കൂടുകൂട്ടാൻ സ്ഥലം കിട്ടില്ല. പ്രവർത്തനം തന്നെയാണ് നിരാശയുടെ ഏറ്റവും വലിയ മരുന്ന്. അപ്പോ തോൽക്കുമോ എന്ന പേടിയും പോയി, നിരാശയും പോയി. പിന്നെന്താ ബാക്കിയുള്ളത്? നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിലാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് മാത്രം. ഇനി നിങ്ങളുടെ വിജയത്തിന്റെ ശില്പിയാകാൻ നിങ്ങളെടുക്കേണ്ട പ്രതിജ്ഞയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി മുതൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ കാണുന്ന രീതി തന്നെ നമുക്ക് മാറ്റാം. ഇതൊന്നും നമ്മളെ തടയാൻ വരുന്ന മതിലുകളല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യത്തോടുള്ള ആത്മാർത്ഥത എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കാൻ വരുന്ന വെല്ലുവിളികളാണ്. ഓരോ തടസ്സവും നമ്മുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കാനുള്ളൊരവസരമായി കാണണം. അതുകൊണ്ട് ഒരു പുരുഷാർത്ഥി എന്ന നിലയിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വാക്ക് കൊടുക്കാം. വരുന്ന തടസ്സങ്ങളെ ഞാൻ വെല്ലുവിളികളായി ഏറ്റെടുക്കും. എന്റെ വിധി അതെന്റെ പരിശ്രമത്തിലൂടെ ഞാൻ തന്നെ എഴുതും. ഭാഗ്യം വരുന്നതും കാത്ത് ഞാനിരിക്കില്ല. എന്റെ ഭാഗ്യം ഞാൻ തന്നെ ഉണ്ടാക്കും. ഇതായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള വഴി. എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ വിധിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ വിജയത്തിന്റെ ശില്പിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്.